ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 3 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ലൊക്കേറ്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഓൺ ദി നമ്പർ ലൈൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിനെ നമ്പർ ലൈനിൽ ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 0.532 ആണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 0.532 ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആയിരിക്കും വരിക? എന്തായാലും 0 പോയിൻ്റ് ആയതുകൊണ്ട് 0യ്ക്കും 1നും ബിറ്റ്വീൻ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. ഈ 0യ്ക്കും 1നും ബിറ്റ്വീൻ വരുമ്പോൾ നോക്കിയേ, 0.532വിനെ നമുക്ക് എങ്ങനെ എഴുതാം? 532 ഡിവൈഡഡ് ബൈ 1000 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ ഇതിനെ നമ്മൾ എപ്പോഴും ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ നമ്പർ ലൈനിൽ 2 യൂണിറ്റിൻ്റെ ഇടയ്ക്ക് എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1000 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 0.532 എന്ന് പറയുന്നത് 0.53ക്കും 0.54നും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്പർ ലൈനിൽ ഈ 2 ഡിജിറ്റ്സിൻ്റെ ബിറ്റ്വീന് നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 10 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ 0.53 എന്നെടുക്കുന്നു. ഇനി ഇതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ദിസ് ഈസ് 0.531, ഇത് 0.532, ദിസ് ഈസ് 0.533, 0.534, 0.535, 0.536, 0.537, 0.538, 0.539, 0.54. കണ്ടോ, 0.53യും 0.54ഉം എടുത്തിട്ട് അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 0.532 ആണ് വേണ്ടത്. അത് എവിടെയാണ് വന്നത്? 0.53 കഴിഞ്ഞ് രണ്ടാമത്തെ മാർക്കിങ്ങിലാണ് വന്നത്. ഇതാണ് 0.532. ഓക്കെ, ഇനി അടുത്തത് 1.15 ബാർ. ഇവിടെ നമുക്ക് 5 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന്, ഇത് ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആയിരിക്കും? 1നും 2വിനും ബിറ്റ്വീൻ ആയിരിക്കും എന്തായാലും ഇത് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ലൈനിൽ 1നും 2വിനും ഇടയിൽ വേണം. 1നും 2വിനും ഇടയിൽ ഇത് 1ൻ്റെ ബിറ്റ്വീൻ 1.1നും 1.2വിനും ഇടയിലായിരിക്കും വരിക. അപ്പോൾ അതിനെ നമുക്ക് 1.5 എന്ത് ചെയ്ത് വരുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ഈസി വേ എന്ന് പറയുന്നത്, നമ്മളിതിനെ P/Q ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ലെറ്റ് x = 1.15 ബാർ. ഇനി റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മളിതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 10x = 11.5 ബാർ. വീണ്ടും 10 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 100x = 115.5 ബാർ. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 90x = എന്ത് വരും? 104. x = 104/90 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 52/45, 52 ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. 52 ഡിവൈഡഡ് ബൈ 45 എന്ന് പറയുന്നത് എന്താ? 52 ഡിവൈഡഡ് ബൈ 45, 1 കൊണ്ട് ചെയ്യാം, 45/7. അപ്പോൾ ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതിയാൽ കോഷ്യൻ്റ് ഈസ് 1. അപ്പോൾ 1, റിമൈൻഡർ ഈസ് 7 ഈസ് ദ ന്യൂമറേറ്റർ, 45 ഈസ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ 17/45 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഇത് 1നും 2വിനും ഇടയിലായിരിക്കും ഈ നമ്പർ വരിക. അപ്പം നമുക്ക് നമ്പർ ലൈനിൽ എന്ത് വരയ്ക്കണം? 1ഉം 2ൻ്റെയും ഇടയ്ക്ക് വരുന്നതായിട്ട് വേണം നമ്മളിതിനെ വരയ്ക്കാൻ. അപ്പോൾ എത്ര ഇതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? 45 ഈക്വൽ പാർട്സ് ആയിട്ട് 1നെയും 2വിനെയും നമ്മൾ ഇടയ്ക്കുള്ള ഈ
പാർട്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പം 45 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 45ഉം വരയ്ക്കുന്നില്ല, കുറച്ചേ വരയ്ക്കുന്നുള്ളൂ. 45 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രാമത് വരുന്നത് നോക്കണം, 7ാമത് വരുന്ന ലൈൻ നോക്കണം അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 ഇതാണ് 7/45 ആയിട്ട് വരിക. അതായത് 1നും 2നും ഇടയിലായിരിക്കും വരിക. 45 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ ഡിവൈഡ് ചെയ്യുക. ഇനി ന്യൂമറേറ്റർ നോക്കിയിട്ട് 7ാമത് വരുന്ന ലൈനിലായിരിക്കും നമ്മുടെ മാർക്കിങ് വരിക. അതായത് ഇതാണ് നമ്മളോട് എന്തായിരുന്നു ചെയ്യാൻ പറഞ്ഞത്, 52/45 ആയിരുന്നു നമുക്കിവിടെ ചെയ്തു വന്നപ്പോൾ കിട്ടിയതല്ലേ. ഇതാണ് 52/45, അല്ലെങ്കിൽ എന്ത് പറയാം, 1.15 ബാർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വേറൊരു മെത്തേഡിലായിരിക്കും ചെയ്യിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പം ഇതായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3യുടെയും 4ൻ്റെയും ഇടയ്ക്കുള്ള 6 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ നിങ്ങൾക്ക് കറക്റ്റ് 6 റാഷണൽ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ 3യെ 3/1 എന്ന് എഴുതുന്നു. 3യെ നമുക്ക് എന്തെഴുതാം, 3/1 എന്ന് എഴുതാം. 4നെ നമുക്ക് 4/1 എന്ന് എഴുതാം. അതായത് നമ്മളിതിനെ P/Q ഫോമിൽ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാം, നമ്മളോട് ഇവിടെ 6 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ ഒരേപോലെ ആയിരിക്കണം, എന്നാൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 3/1ഉം 4/1ഉമാണ്. അതുകൊണ്ട് ഈ 2 നമ്പറിൻ്റെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3/1 × 7 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താവും, 21/7. 4/1നെ ചെയ്താലോ, 7 കൊണ്ട് ചെയ്താൽ 28/7. ഇനി ഇതിൻ്റെ ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് എത്ര എണ്ണം വരുമെന്ന് നോക്കിയേ. 22/7, 23/7, 24/7, 25/7, 26/7, 27/7. കറക്റ്റ് 6 റാഷണൽ നമ്പേഴ്സ് ഇതിൻ്റെ ബിറ്റ്വീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4 ആർ എന്തൊക്കെ എഴുതാം, 22/7, 23/7, 24/7, 25/7, 26/7, 27/7. കറക്റ്റ് 6 എണ്ണം നമുക്ക് കിട്ടി. അടുത്തത്, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2/5 and 3/5. അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ ഒരേപോലെയാണ്. 5 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാനിവിടെ 2/5നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, 12/30. അടുത്തത് 3/5നെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, 18/30. ഓക്കെ, 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2/5 and 3/5 ആർ എന്തൊക്കെ വരും, 13/30, 14/30, 15/30, 16/30 and 17/30. കറക്റ്റ് എത്ര എണ്ണം കിട്ടി നമുക്ക്, 5 എണ്ണം കിട്ടി. കണ്ടോ. അപ്പോൾ ഈ എത്ര എണ്ണമാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് ആ നമ്പർ വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/6 and 2/5. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ LCM എടുക്കണം. അപ്പോൾ LCM ഓഫ് 6 and 5, 6ൻ്റെയും 5ൻ്റെയും LCM എന്താ, കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 30 ഈസ് ദി LCM. 6 × 5
30. ഇനി 1/6 ഡിനോമിനേറ്റർ നമ്മൾ എന്താക്കി മാറ്റണം? 30 ആക്കി മാറ്റണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട്. അപ്പോൾ എന്ത് വരും? 5/30. ഇനി 2/5 ഡിനോമിനേറ്ററും നമ്മൾ 30 ആക്കണം. അതിനുവേണ്ടി 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 2s are 12. 12/30. അപ്പോൾ 5/30ക്കും 12/30ക്കും ബിറ്റ്വീൻ 5 റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ സെപ്പറേറ്റ് നമ്പർ വെച്ചൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് റാഷണൽ നമ്പേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറൊരു ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ LCM കണ്ടുപിടിച്ച് ഡിനോമിനേറ്റർ സെയിം ആക്കിയപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ബിറ്റ്വീൻ 5 റാഷണൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/6 and 2/5 are എന്തൊക്കെ എഴുതാം? 6/30, 7/30, 8/30, 9/30 and 10/30. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.